സാന്ത്വന പ്രവർത്തനങ്ങൾക്കും നിർധനരായ രോഗികളെ ആശ്വസിപ്പിക്കുന്നതിൽ കൂടുതൽ നന്മയുണ്ടെന്നും അതൊരു കാരുണ്യ പ്രവർത്തനമാണെന്നും ഡോക്ടർ മുഹമ്മദ് റിയാദ് അഭിപ്രായപ്പെട്ടു. തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബസംഗമ സാന്ത്വന സന്നദ്ധാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. TMG കൾച്ചറൽ കോംപ്ലക്സിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് MM നാദിർ ഷാ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്ക് മരുന്നിനും മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകി വരുന്നുണ്ടെന്നും ഒപ്പം ഒരു ആംബുലൻസ് സംവിധാനം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ നാസർ എളമന, ഇസ്ഹാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചീഫ് ഇമാം അജ്മൽ മുസ്തഫ ബാക്കവി ആമുഖ പ്രഭാഷണം നടത്തി. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV അബ്ദുൽ ഖാദർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. അലിയാർ മൗലവി, സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽഡ് ഡയറക്ടർ ശ്രീ ഷാജി സത്കുടുംബം എന്ന വിഷയത്തിൽ അവതരണം നടത്തി. തുടർന്ന് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സനദ് നൽകി ആദരിക്കുകയും പ്രാർത്ഥനാ മജ്ലിസും അന്നദാനവും നടത്തി. ആയിരക്കണക്കിന് മഹല്ല് അംഗങ്ങളും നാട്ടുകാരും പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. ഇതൊരു കാരുണ്യ പ്രവർത്തന പരിപാടി ആയതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പങ്കെടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ കുറേ നന്മ നിറഞ്ഞ ആളുകളെ പരിചയപ്പെടുന്നതിലും ഓരോരുത്തരും എനിക്കും ഇതിൽ ഭാഗം ആകാൻ കഴിയുന്നൊരു വലിയ സന്തോഷം ഉള്ളതുകൊണ്ടാണ് ഞാനിതിൽ ആക്ച്വലി സമ്മതിച്ചത്. ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടികൾ ഒന്നാണ് PMG കനിവ് പദ്ധതിയുടെ ഉദ്ഘാടനം. ഇതിലൂടെ നിർധനരായ രോഗികൾക്കും അവശർക്കും ഒരുപാട് സഹായം, ആശ്വാസം ലഭിക്കുന്നത് തന്നെയാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും മറ്റു സഹായങ്ങളും ഇവിടെ നിന്നും തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഇത് ശാരീരികവും മാനസികവും സാമ്പത്തികവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം ആകും എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സന്മനസ്സുകൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ പദ്ധതി തുടർന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ PMG കനിവ് പദ്ധതിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി ഞാൻ നിർവഹിച്ചുകൊള്ളുന്നു. മഹല്ലുകളിലെ ജനങ്ങൾ ഒത്തുചേർന്ന് അവർ സ്നേഹം പകരുന്നതിനും അവർ സൗഹാർദ്ദത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും മഹൽ ഏറ്റവും ഐക്യത്തിൽ പോകുന്നതിനു കൂടി വേണ്ടിയാണ് മഹൽ സംഘം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്റെ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അഭിമാനപ്രകടനായാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഏതാണ്ട് ഈ മഹലിന്റെ ഈ അധ്യക്ഷ സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നത് 6ാമത്തെ വർഷത്തിലാണ്. ഈ തോട്ടക്കാട്ടുകര മുസ്ലിം പറഞ്ഞത് പ്രശസ്തിയും പ്രൗഢിയും അതുകൂടി പറഞ്ഞു. എന്റെ ഉമ്മത്തിൽ വരുന്ന ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരിന് വേണ്ടി സനത് ആവശ്യമാണ്. സനത് വാങ്ങണം, സനത് അറിയപ്പെടണം, അതാവശ്യമാണ്. കാരണം എന്റെ ഉമ്മത്തിൽ പണ്ഡിതന്മാർ ഈ സമൂഹം അംഗീകരിക്കുകയില്ല. എങ്ങനെ ഇല്ലാതി സൗബിൻ ഹസൻ എന്ന വസ്തു. എന്തുകൊണ്ട് ഇത് തുടക്കം കുറിച്ചാണ് വിദേശം, തുടക്കം കുറിച്ചാണ് വിദേശമാണ് ഏറ്റവും. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.